ഇന്ന് ഒരുപാട് ചിരിക്കും, ഒരുപാട് ചിന്തിക്കും, പിന്നെ കുറച്ച് കരയും. പിന്നെ 8 ഭാഷ അറിയാന്ന് പറഞ്ഞു. സത്യം പറയട്ടെ, ഒരു ഭാഷ പോലും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല. മലയാളം സംസാരിക്കുന്ന സമയത്ത് പാണ്ഡ്യനെ പോലെയാ തോന്നണേ അല്ലേ? അതേപോലെ എൻ്റെ നാട്ടിൽ പോയിട്ട് എൻ്റെ ഭാഷ സംസാരിച്ച മലയാളം കയറി വരും. അപ്പോ ഒരു ഭാഷ പോലും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല. I'm not trying to impress anybody. I'm just coming here to make a change. കാരണം ഇൻഫർമേഷൻ അല്ല വേണ്ട മുത്തേ, ട്രാൻസ്ഫർമേഷനാ വേണ്ടേ. ഇപ്പൊ നമ്മൾ ക്ലാസ് തുടങ്ങി 12 മണി കഴിഞ്ഞു. അറിയോ, സമയം പോയതറിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയാണ്. ഇതുവരെ ഇഷ്ടപ്പെട്ടോ മക്കളെ? Don't try to be perfect. Perfection is a disease. ജപ്പാനീസ് ലാംഗ്വേജിൽ പറയും വാബി സാബി എന്ന് പറയും. എംബ്രേസ് ഇംപെർഫെക്ഷൻ. ഇംഗ്ലീഷിൽ ഒരു ഫേമസ് പോയിന്റിന്റെ പേര് റോബർട്ട് ഫ്രോസ്റ്റ്. അതിന്റെ ഒരു ഫേമസ് ലൈൻ അറിയോ? റോഡ് നോട്ട് ടേക്കൺ. ആരും നടക്കാത്ത, ആരും ചിന്തിക്കാത്ത, ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാം. മദർ തെരേസ മിസ് യൂണിവേഴ്സ് ആണോ? ഗാന്ധിജിക്ക് 6 പാക്ക് ഉണ്ടോ? അബ്ദുൽ കലാം ഹൃദിക്കിനെ പോലെ ഡാൻസ് കളിക്കുന്നുണ്ടോ? ഒരാളുടെ ഭംഗി എന്ന് പറയുന്നത് മുത്തേ ആ മുഖത്തുള്ള ചിരിയാണ്, എനർജിയാ. അഫ്കോഴ്സ് സങ്കടമൊക്കെ ഉണ്ടാവും. ഇവിടെ പറഞ്ഞ സമയത്ത് യു മിസ് യുവർ ഹോം, യു മിസ് യുവർ ഫ്രണ്ട്സ്, യു മിസ് യുവർ ഓൾ ദ കംഫർട്ടബിൾ തിങ്സ്. പക്ഷെ അങ്ങനെ മിസ് ചെയ്തതിന് സങ്കടപ്പെടുന്ന സമയത്ത് എന്താ സംഭവിക്കറിയോ? പഠിക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ യു നീഡ് ടു ലേൺ ടു ബി ഹാപ്പി. ഒന്ന് ഹൃദയത്തുറിച്ച് പഠിക്കുന്ന സമയത്ത് ഹൗ ലക്കി ഐ ആം, എൻ്റെ ഹൃദയത്തുറിച്ച് പഠിക്കാനുള്ള ഭാഗ്യം തമ്പുരാൻ എനിക്ക് അങ്ങനെ പഠിക്കടോ. മാർക്ക് നേടാൻ അല്ല മുത്തേ, എല്ലാം അറിയാനൊരു മനസ്സ് കൊണ്ടുവരിക. എൻട്രൻസ് എക്സാമിന് ഒരു 3 കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കണേ. ലെറ്റ് മീ ആസ്ക് യു വൺ തിങ്. എൻട്രൻസ് എക്സാമിൽ നിങ്ങൾ ഈ ബബിൾ ചെയ്യുന്ന സമയം ഉണ്ടല്ലോ, ഇതുവരെ നിങ്ങൾ ഇതിന് ചെക്ക് ചെയ്ത് നോക്കി എത്ര സമയം എടുക്കണം നോക്കിയോ? എത്രയാ? ഒരു ക്വസ്റ്റ്യന് നമ്മൾ ബബിൾ എടുക്കാനായിട്ട് സമയം തരുമോ? 4 to 5 seconds എടുക്കുന്നു. എല്ലാ ദിവസവും ഈ മോക്ക് എക്സാമിൽ എന്താ ചെയ്യേണ്ട അറിയോ? ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് യു നീഡ് ടു ബ്രിങ് ഇൻ ടു ദ 2 seconds. എന്തിനാ ഈ എക്സാം ഒക്കെ പറഞ്ഞ എല്ലാ ആഴ്ചയും? യു നീഡ് ടു ഗെറ്റ് എക്സ്പേർട്ട്, നോട്ട് ദ വറിയിങ് ഓഫ് യുവർ റിസൾട്ട്, നോട്ട് ദ വറിയിങ് ഓഫ് യുവർ മാർക്ക് ആൻഡ് റാങ്ക്. ഹൗ ഫാസ്റ്റ് യു ആർ ഗോയിങ് ടു ഡു. ഫ്രം ടുമോറോ ഓൺവേർഡ്സ്, നെക്സ്റ്റ് മൺഡേ ഓൺവേർഡ്സ് നിങ്ങളുടെ സമയം എത്രയാണ് അറിയോ? 150 മിനിറ്റാണ് നിങ്ങൾക്ക് എക്സാം ഉള്ളത്. പക്ഷെ 150 മിനിറ്റ് അല്ല, ഇനി നിങ്ങൾക്ക് ഉണ്ടാവുന്നത് 160 മിനിറ്റാണ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കറിയോ? വെൻ യു ഗോ ടു ദ മെയിൻ എക്സാം ഹാൾ ദർ ഇസ് എ ന്യൂ എൻവയോൺമെന്റ്. ഒന്ന്, അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയൂല. ചിലപ്പോൾ പെട്ടെന്ന് സെക്യൂരിറ്റിയുടെ ലേറ്റ് ആവും, പേപ്പർ വിതരണം ചെയ്തൊക്കെ ലേറ്റ് ആവും. അതൊക്കെ മാനേജ് ചെയ്യണമെങ്കിൽ യു നീഡ് ടു ഹാവ് എക്സ്ട്രാ ടൈം. കറക്റ്റ് 150 മിനിറ്റ് പ്രാക്ടീസ് ചെയ്ത് അവിടെ പോകുന്ന സമയത്ത് ചിലപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് കോംപ്രമൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ടെൻഷൻ തലയിലെ കയറും. അപ്പം എന്താ ചെയ്യേണ്ടറിയോ? ഫ്രം ഹിയർ ഓൺവേർഡ്സ് യു നീഡ് ടു വർക്ക് ഓൺ യുവർ എക്സാം 160 മിനിറ്റ്സ്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? സോ അങ്ങനെ ചെയ്ത് ഇനി വരുന്ന എക്സാം ഒക്കെ അങ്ങനെയാ ചെയ്യുക. ലാസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ഗ്രേസ് ടൈം ആയിട്ട് വിചാരിക്കുക. അങ്ങനെ ചെയ്തു വരുന്ന സമയത്ത് വെൻ യു ഗോ ടു ദ എക്സാം ഹാൾ യു വിൽ ബി റിയലി റിലാക്സ്ഡ്. കാരണം അവിടെ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്വാസം വിടാനും ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ സമയം വേണ്ടി വരും. അതിനെന്ത് ചെയ്യുക? ഒരു അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ്സ് എങ്കിലും ഒന്ന് എക്സ്ട്രാ ആയിട്ട് വയ്ക്കുക. വിൽ യു ഡു ദാറ്റ്? സോ ദാറ്റ് സ്പീഡ്. ഐ വിൽ ടീച്ച് യു സം വേദിക് മാത്സ് ആൾസോ. അടുത്ത രണ്ടാമത് എസ് എന്തായിരിക്കും കൂട്ടാ? സെലക്ഷൻ പറയുന്നത് ശ്രദ്ധിക്കുക. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിലും അവരുടെ ക്വസ്റ്റ്യന്റെ രീതി ഇങ്ങനെയാണ്. അവർ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ NMC ആയിക്കോട്ടെ, NMC എന്ന് പറയുന്നത് നാഷണൽ മെഡിക്കൽ കൗൺസിൽ, അവരൊക്കെ കൊടുക്കുന്ന രീതി എന്താ അറിയോ? ആദ്യത്തെ ഒരു 25% ആ സബ്ജക്റ്റില് എളുപ്പമുള്ള ചോദ്യം ഉണ്ടാവും. +1 +2 10ാം ക്ലാസ് ഒക്കെ സ്റ്റുഡിയസ് ആയി പഠിച്ച കുട്ടികൾക്കൊക്കെ 25% ഹാൻഡിൽ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ 60% മോഡറേറ്റ് ആയിരിക്കും. ഈ 2 സാധനങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സമയത്തിന് സംവേർ യു കൻ ഗെറ്റ് അഡ്മിഷൻ മെഡിക്കൽ കോളേജ്. കേരളത്തിൽ അല്ലെങ്കിലും തൊട്ടടുത്തുള്ള കർണാടകയിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ അഡ്മിഷൻ കിട്ടും. അപ്പോൾ എവിടെയെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ 2 സാധനം കയ്യിൽ വയ്ക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് സംവേർ. പിന്നെ റിമൈനിങ് ഒരു 15% ഉണ്ടല്ലേ, ദാറ്റ് ഈസ് മെറിറ്റോറിയൽ. സ്പെസിഫിക് ആയിട്ട്
ഒരു മൗലാന ആസാദ് അല്ലെങ്കിൽ ജിഫ്മർ അല്ലെങ്കിൽ വടിക്കോൾ കാലിക്കറ്റ്, എയിംസ്, AFMC അവിടെയൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ട്രൈ ഫോർ ദ 15%. അപ്പോൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഈ എവറി മൺഡേ വാട്ട് യു ആർ ഗോയിങ് ടു ഡു, യു ആർ നോട്ട് ചെക്കിംഗ് യുവർ നോളേജ്, യു ആർ ഗോയിങ് ടു ക്രിയേറ്റ് എ പാറ്റേൺ. ആദ്യം എക്സാം ചെയ്യുന്ന സമയത്ത് ഒരു സെക്കൻഡ് ചിന്തിക്കാനുള്ള സമയം ഉണ്ടെങ്കിൽ സ്കിപ്പ്, ഡോണ്ട് ട്രൈ ഇറ്റ്. ഫസ്റ്റ് റൗണ്ടിൽ 100% ഉള്ളത് മാത്രം അങ്ങനെയല്ല ചെയ്യണേ. രണ്ടാമത് അഗൈൻ യു കം ബാക്ക് ആൻഡ് ഒരു സബ്ജക്ട് കഴിഞ്ഞ ശേഷം ബബിൾ ചെയ്യണോ, അല്ലെങ്കിൽ ദെൻ ആൻഡ് ദാറ്റ് ബബിൾ ചെയ്യണോ, അല്ലെങ്കിൽ ഒരു ഫുൾ കഴിഞ്ഞതിന് ശേഷം ബബിൾ ചെയ്യണോ. യു ഹാവ് ടു ക്രിയേറ്റ് വൺ പാറ്റേൺ. ഒരു എക്സാമ്പിൾ ഇങ്ങനെ, അടുത്ത എക്സാം അങ്ങനെ വേണ്ട. ഇനി പറഞ്ഞ എക്സാമ്പിളൊക്കെ യു നീഡ് ടു ക്രിയേറ്റ് യുവർ ഓൺ വേ. സോ അടുത്ത ലാസ്റ്റ് വൺ ഈസ് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയും. സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുക, ഫോർ എക്സാമ്പിൾ ഇപ്പം 176 ചോദ്യത്തിന് ഇനി അറ്റൻഡ് ചെയ്തു, അല്ല 150 ശരിയായി, into 100%, that is called strike rate. അടുത്ത എക്സാമ്പിൾ നിങ്ങൾ ഒരു 170 നിങ്ങൾ ചെയ്തു, പക്ഷെ 151 ശരിയായി, സ്ട്രൈക്ക് റേറ്റ് കൂടിയോ കുറഞ്ഞോ അത്രേ ഉള്ളൂ. ഡോണ്ട് worry about your result, worry about your accuracy. Recently I met a Thrissur center head, സിജോ സാർ എന്ന് പറഞ്ഞൊരു സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ ഐശ്വര്യ എന്ന് പറഞ്ഞൊരു കുട്ടി 2 കൊല്ലത്തിന് ടോപ്പറാ, അവിടെ സെൻറ്ററിലെ ടോപ്പറാ. ആ കുട്ടി എൻ്റെ അടുത്ത് സാർ എന്താ പറഞ്ഞറിയോ, ആ ക്യാമ്പസിൽ ആ കുട്ടി ഒരു പ്രാവശ്യം പോലും ക്യാഷ് പ്രൈസ് മേടിച്ചിട്ടില്ല, ഗിഫ്റ്റ് ഒന്നും മേടിച്ചിട്ടില്ല, പക്ഷേ മെയിൻ എക്സാമിലെ ടോപ്പറായിരുന്നു. ആ കുട്ടീനെ എനിക്ക് കാണാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അവൻ്റെ അടുത്ത് എന്താ പറഞ്ഞറിയോ, നന്ദേട്ടാ ഐ ഡോണ്ട് കെയർ അബൌട്ട് മൈ മാർക്ക്, എവറി മൺഡേ ആഫ്റ്റർ മൈ എക്സാം ഏതൊക്കെയാണ് എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നോട്ടിൽ എഴുതും, എറർ അനാലിസിസ് നടത്തും. ഐ ഹാവ് എ ബിഗ് നോട്ട്. കാരണം ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സോ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സോ ഒക്കെ ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരാണ്. ദേ ആർ ദ ബ്രൈറ്റസ്റ്റ് ടീച്ചേഴ്സ് ഇൻ കേരള. അങ്ങനെയുള്ള ടീച്ചേഴ്സ് അവിടെ എടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ടീച്ചേഴ്സിന് കറക്റ്റായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വാട്ട് ആർ യു ഗോയിങ് ടു ഡു അറ്റ് യുവർ റൂം? അപ്പം എന്താ ചെയ്യേണ്ടത്, ആ ഏത് ചോദ്യം വന്നില്ല ആ ചോദ്യത്തിൻ്റെ ആ ആംഗിളിലുള്ള എല്ലാ വർക്കൗട്ട് ചെയ്യുക, എറർ അനാലിസിസ് നടത്തുക, സെപ്പറേറ്റ് ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്യുക. അല്ലാണ്ട് സങ്കടമല്ല പഠണ്ടേ. ദ മോർ യു ഫെയിൽ യു ഗെറ്റ് മോർ ഫീഡ്ബാക്ക്. കെൻ ഐ ടെൽ യു വൺ കുട്ടി സ്റ്റോറി? എൻ്റെ ഒരു കൂട്ടുകാരൻ ഡോക്ടറാ. ഒരു 6 വയസ്സൊരു കുട്ടിക്ക് ഹാർട്ട് പ്രോബ്ലം വന്നു. സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു ഈ കുട്ടീനെ രക്ഷിക്കാൻ പാടാ, ഓപ്പറേഷൻ ചെയ്തതിൽ 10% മാത്രമേ സാധ്യത ഉള്ളൂ. അപ്പോൾ പാരൻസ് പറഞ്ഞു 1% ഉണ്ടെങ്കിലും ഓപ്പറേഷൻ ചെയ്തോളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറേ പൈസ ചിലവാണെന്ന് പറഞ്ഞു, ഞങ്ങളുടെ വസ്തുക്കളൊക്കെ വിട്ടു കൊണ്ടുവരാം. അപ്പോൾ ഡോക്ടർ സമ്മതിച്ചു. ഒരാഴ്ചയുടെ ഗ്യാപ്പിൽ ഡേറ്റ് സെറ്റ് ചെയ്തു. അപ്പോൾ ഈ കുട്ടി വേദനിക്കുന്ന സമയത്തൊക്കെ അമ്മ പറയുന്നത് അറിയോ, മോള് വിഷമിക്കേണ്ട കുട്ടാ, തൻ്റെ ഹൃദയത്തിൽ ദൈവം ഉണ്ടടൂ, പടച്ചോനുണ്ടടൂ. അപ്പോൾ ഈ കുഞ്ഞു കുട്ടിയല്ല സത്യം വിചാരിച്ചു. ഓപ്പറേഷന് ഡേറ്റ് വരുന്നു, ഈ കുട്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നു. അപ്പോൾ ഡോക്ടർ അടുത്ത് വന്ന സമയത്ത് ഡോക്ടർ ചോദിക്കുക, ഡോക്ടർ അങ്കിൾ എൻ്റെ അമ്മ എൻ്റെ ഹൃദയത്തിൽ ദൈവം ഉണ്ടെന്നാണ് പറയാറുള്ളത്, ഡോക്ടറിൻ്റെ ഹൃദയമൊക്കെ തുറന്ന് നോക്കുമല്ലോ, അപ്പോൾ ദൈവത്തിനെ കാണുമല്ലേ? അപ്പോൾ ഞാൻ തിരിച്ചു വന്ന സമയത്ത് ദൈവം എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു തരാമോ? ഡോക്ടർക്ക് എന്താ പറയാൻ അറിയില്ല. എനിവേ ഡോക്ടർ ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ രക്ഷിച്ചു. ഓപ്പറേഷൻ ഒരു സൂപ്പർ സക്സസ്സാണ്. കുട്ടി കണ്ണു തുറക്കുന്നു, ഡോക്ടർ ഫ്രണ്ടിലിരിക്കുന്നു. ഈ ഡോക്ടറോട് ചോദിക്കുക, ഡോക്ടർ അങ്കിൾ എൻ്റെ ഹൃദയം തുറന്ന് നോക്കിയോ, ദൈവത്തിനെ കണ്ടായിരുന്നോ, എങ്ങനെ ഉണ്ടായിരുന്നു? ഡോക്ടർക്ക് എന്താ പറയാൻ അറിയില്ല. പതുക്കൊണ്ട് മാനേജ് ചെയ്യുന്നു, പതുക്കെ നീങ്ങി. ഡോക്ടറുടെ പിന്നാലെ കുട്ടി അമ്മ ഉണ്ടായിരുന്നു. അമ്മയുടെ മുഖം കൊണ്ട് കാണിച്ചു കൊടുത്തു. എങ്ങനെയായിരുന്നു ദൈവം? മക്കളെ സത്യം പറയട്ടെ മുത്ത്, ഈ ലോകത്തിൽ ദൈവമായിട്ട് ആരും വരില്ലടും. തൻ്റെ അമ്മയാടും, തൻ്റെ അച്ഛനാടും. നീ നന്നാവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ദൈവങ്ങളാടും. മാതാ പിതാ ഗുരു, ഈ 3 ആൾക്കാരനെ സ്നേഹിച്ച് നോക്ക്, ദൈവം തൻ്റെ അകത്തുണ്ടാവും മക്കളെ. ലവ് യുവർ പാരൻസ്. ബുക്കാ ഉൾവാളി ദേണി ഉക്കുഹു വെൽക്കബാഹിന് പറച്ച ഈ ലോകത്തിലെ ഏറ്റവും കൊടും പാവം നീ കാരണമായിട്ട് മാതാപിതാക്കളുടെ കണ്ണീരൊന്ന് പുറത്തു പോയെങ്കിൽ ദാറ്റ് ഈസ് എ ബിഗ്ഗസ്റ്റ് സിൻ. മക്കളെ ഉള്ള സമയത്ത് സ്നേഹിക്കണേ. എനിക്കറിയാമല്ലോ എല്ലാ മക്കൾക്കും ഒരുപാട് ഇഷ്ടം, അച്ഛനമ്മയുടെ ഒരുപാട് ഇഷ്ടം, പക്ഷെ കാണിക്കില്ലല്ലോ. അപ്പോൾ ദ നെക്സ്റ്റ് 6 months ഇറ്റ്സ് എ ചാലഞ്ച്. അടുത്തൊരു 6 മാസം അവർക്ക് വേണ്ടി ചെറിയ ചെറിയ സുഖങ്ങൾ മാറ്റി വയ്ക്കും മക്കളെ.
I love you so much. All the best. Thank you very much.